शांति। ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। सिस्टर माइक ऑन ചെയ്യോ? ओम शांति 23/12/21। बाबा कहते, मीठे बच्चे, ये सुहावना कल्याणकारी संगम युग है जिसमें स्वयं बाप आकर पतित भारत को पावन बनाते हैं. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ഇത് സുന്ദരമായ മംഗളകാരി സംഗമ യുഗമാണ്. ഇതിൽ സ്വയം ബാബ വന്ന് പതീതമായ ഭാരതത്തെ പാവനമാക്കി മാറ്റുന്നു. ഇത് സുന്ദരമായ മംഗളകാരി സംഗമ യുഗമാണ്. ഇതിൽ സ്വയം അച്ഛൻ വന്ന് പതീത ഭാരതത്തെ പാവനമാക്കി മാറ്റുകയാണ്. प्रश्न, संगम युग पर जब बाप आते हैं तो उनके आने से ही कौन सा इशारा मिल जाता है? ചോദ്യമാണ്, സംഗമ യുഗത്തില് എപ്പോഴാണോ ബാബ വരുന്നത് അപ്പോൾ ബാബ വരുന്നതിലൂടെ ഏതൊരു സൂചനയാണ് ലഭിക്കുന്നത്?
സംഗമയുഗത്തില് ബാബ എപ്പോഴാണോ വരുന്നത്, ആ ബാബ വരുന്നതിലൂടെ ഏതൊരു സൂചനയാണ് കിട്ടുന്നത്? उत्तरम, इस पुरानी दुनिया के अंत होने का इशारा सबको मिल जाता है. അതായത് ഈ പഴയ ലോകത്തിന്റെ അന്ത്യം ഉണ്ടാകേണ്ടതിന്റെ സൂചന എല്ലാവർക്കും കിട്ടുന്നു. ക്യോങ്കി ബാപ്പ് ആത്തെ ഹി പതിത സൃഷ്ടിക്ക അന്ത് കർമ്മി. എന്തുകൊണ്ടെന്നാല് ബാബ വരുന്നത് തന്നെ ഈ പതീതമായ സൃഷ്ടിയുടെ അവസാനം കൊണ്ടുവരാൻ വേണ്ടിയാണ്. इसलिए विनाश का साक्षात्कार भी होता है. അതുകൊണ്ട് വിനാശത്തിന്റെ സാക്ഷാത്കാരമൊക്കെ കിട്ടാറുണ്ട്. अभी तुम्हें नई दुनिया के झाड़ सामने दिखाई दे रहे हैं. ബാബ പറയാണ്, ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് ആ പുതിയ ലോകമാകുന്ന വൃക്ഷം മുന്നില് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കുട്ടികള് പുതിയ ലോകമാകുന്ന ആ വൃക്ഷം മുന്നില് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാബ വരുമ്പോ ഏതൊരു സൂചനയാണ് എല്ലാവർക്കും ലഭിക്കുന്നത്? അതായത് പഴയ ലോകത്തിന്റെ അന്ത്യം ഉണ്ടാകാൻ പോവുകയാണ് അല്ലെ എന്ന സൂചന ബാബ എല്ലാവർക്കും ലഭിക്കുകയാണ്. അപ്പൊ അതിന്റെ സാക്ഷാത്കാരമൊക്കെ കിട്ടാറുണ്ട്. ഇപ്പൊ നമ്മൾ കുട്ടികൾക്കാണെങ്കിൽ ആ പുതിയ ലോകത്തിന്റെ വൃക്ഷം അല്ലെ കണ്ണുമുന്നില് കാണാൻ കഴിയുന്നു. ഗീതം, തുമേ പാക്കെ ഹംനെ ജഹാം പാലിയാഹേ. അങ്ങയെ നേടിയെടുത്ത ഞങ്ങൾ വിശ്വം തന്നെ നേടിക്കഴിഞ്ഞു. ओम शांति. वास्तव में कहना चाहिए रूहानी बच्चों प्रति रूहानी बाप की गुड मॉर्निंग, क्योंकि बच्चे जानते हैं बाप आते ही है रात को दिन बनाने. ബാബ പറയണ വാസ്തവത്തില് ഇങ്ങനെയാണ് പറയേണ്ടത്, ആത്മീയ കുട്ടികളെ പ്രതി ആത്മീയ അച്ഛന്റെ ഗുഡ് മോർണിംഗ്. എന്തുകൊണ്ടെന്നാല് അല്ലെ കുട്ടികൾക്കറിയാം ബാബ ഇവിടേക്ക് വരുന്നത് തന്നെ ഈ രാത്രിയെ പകലാക്കി മാറ്റാനാണ്, അല്ലെ കലിയുഗമാകുന്ന രാത്രിയെ പകലാക്കി മാറ്റാനാണ്. ഏവി ഹിസാബ് കിയാ ജാത്ത. ബാബറിന് അതിന്റെയും അല്ലെ കണക്കെടുക്കാൻ കഴിയും. ആഖിർമേവി ബാബ ആത്തേക്ക് സമയേ. ശരിക്കും പറഞ്ഞാല് ബാബ വരുന്നത് ഏത് സമയത്താണ്? തീയതി താരിഖ് നഹി. ഇപ്പൊ ബാബ വരുന്ന ദിവസം അല്ലെ സമയം അല്ലെ അത് എഴുതി വെച്ചിട്ടില്ല. പരന്തു ഈ സമയം ആത്തേ. പക്ഷെ ബാബ ഏത് സമയത്താണ് ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്? സറൂർ 12 बजकर 1 मिनट हुआ होगा तब बाबा ने इस शरीर में प्रवेश किया होगा. അപ്പൊ ബാബ എപ്പോഴാണ് ഇവിടേക്ക് വരുന്നത്? ബാബ പറയാണ് തീർച്ചയായും അല്ലെ 12 മണി കഴിഞ്ഞ് അല്ലെ 1 മിനിറ്റ് അല്ലെ ആകുന്നതിനുള്ളില് ബാബ പറയാണ് ബാബ ഈ ശരീരത്തില് പ്രവേശിച്ചു കാണും. ഏഹേ ബേഹത്ത്ക്ക് രാത്ത് ഓർ ദിൻ. ശരിക്കും പറഞ്ഞാല് ഇത് പരിധിയില്ലാത്ത രാത്രിയും പകലുമാണ്. അപ്പൊ സൃഷ്ടിയുടെ രാത്രിയിൽ അല്ലെ 12 മണിക്ക് ശേഷം ബാബ പറയാണ് ബാബ ഈ ശരീരത്തില് പ്രവേശിക്കുന്നു. തീയതി താരിഖ് നഹി ബതായി ജാ സക്തി. ആ ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന സമയം എന്ന് പ്രത്യേകിച്ച് ഒരു ഡേറ്റോ സമയമോ പറയാൻ കഴിയില്ല. സൃഷ്ടിയുടെ രാത്രിയില് 12 മണിക്ക് ശേഷം ബാബ വരുന്നു, അല്ലാതെ ഇന്ന ദിവസമൊന്നോ ഇന്ന സമയമൊന്നോ പറയാൻ സാധിക്കില്ല. अपने बच्चों से ही कहते हैं हम आकर रात को दिन नरक को स्वर्ग बनाते हैं. അപ്പം ബാബ വന്ന് തന്റെ മക്കളോടാണ് പറയുന്നത് അല്ലെ, ഞാൻ വന്ന് രാത്രിയെ പകലാക്കി മാറ്റുന്നു, നരകത്തെ സ്വർഗമാക്കി മാറ്റുന്നു. അഥവാ പതി ദുനിയാക്ക് പാവൻ ദുനിയാ ബനാത്തേ. അല്ല എങ്കിൽ ഈ പതീതമായ ലോകത്തെ പാവനമാക്കി മാറ്റുകയാണ്. समझ में आता है कि बाबा का आना रात्रि को भी कहा जाता है. അപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നു ബാബ വരുന്ന സമയം അല്ലെ അതിനെ രാത്രി എന്നാണ് പറയുക. രാത്രിയിലാണ് ബാബ വരുന്നത്. ശിവരാത്രി कहते हैं ना, പൗരൻ ശിവരാത്രി എന്ന് പറയാറുണ്ടല്ലോ. ആത്തെ ഹി ഹെ രാത് കോ ദിൻ ബനാനെ. ഇനി ബാബ വരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കലിയുഗമാകുന്ന രാത്രിയെ പകലാക്കി മാറ്റാൻ വേണ്ടിയാണ് ബാബ വരുന്നത്. ഉൻകി കോയി ജനംപത്രി.
ഇനി ബാബ വന്ന് അല്ലെ രാത്രിയിൽ വന്ന് ജന്മം എടുക്കുകയാണല്ലോ. അപ്പൊ ബാബ പറയാണ് ബാബയ്ക്ക് ജാതകം എന്തെങ്കിലും ഉണ്ടോ? കൃഷ്ണ ജയന്തിക്ക് भी തീ താരെ കുച്ച് നഹീ ഹൈ. ഇനി കൃഷ്ണ ജയന്തി അല്ലെ കൃഷ്ണൻ ജനിക്കുന്നു, ബാബറണ ഇന്ന ദിവസമൊന്നോ ഇന്ന സമയമൊന്നോ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ക്യോങ്കി ഉनको बहुत दूर ले गए. എന്തുകൊണ്ടെന്നാല് കൃഷ്ണനെ അങ്ങ് അല്ലെ വളരെ ദൂരത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അല്ലെ. സത്യയുഗത്തിലെ കൃഷ്ണനെ ദ്വാപരയുഗത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. കിസ്കോയി പത്താ നഹീ ഹൈ. അപ്പൊ കൃഷ്ണൻ എന്ന് ജനിച്ചു അല്ലെ ഏത് സമയത്താണ് ജനിച്ചത് ബാബ പറയാണ് ആർക്കും ഒന്നും തന്നെ അറിയില്ല. കൃഷ്ണ കാ ജനം കബ് ഹുവ? സംവത്സ തീ താരെ കുച്ച് നഹീ. അല്ലെ കൃഷ്ണൻ ജനിച്ചത് എപ്പോഴാണ്? അല്ല ആ സംവത്സരം അല്ലെങ്കിൽ ആ ഡേറ്റ് സമയം ബാബ പറയാണ് ഒന്നും എഴുതി വെച്ചിട്ടില്ല. ബാക്കി സിർഫ് രാത്രിക്കോ മനാത്തേ ഹേ. ബാക്കി മനുഷ്യര് രാത്രിയിലാണ് ആഘോഷിക്കുന്നത്, കൃഷ്ണജ രാത്രിയിലാന്നൊക്കെ പറയുന്നു. വാസ്തവമേ ശിവബാബ ഹേ ഹി രാത്രിക്കോ ആനേ വാല. ബാബ പറയാ യഥാർത്ഥത്തില് ശിവബാബയാണ് ഈ രാത്രിയില് വരുന്നവൻ അല്ലെ. കലിയുഗமான രാത്രിയില് വരുന്നത് ബാബയാണ്. തും ബच्चे കഹേംഗെ ശിവബാബ കി രാത്രി. അപ്പൊ ശിവബാബ രാത്രിയിൽ വരുന്നത് കാരണം അതല്ല നമ്മളെ കുട്ടികൾ എന്ത് പറയും? ശിവബാബയുടേതാണ് രാത്രി, കൃഷ്ണന്റേതല്ല, ശിവബാബയുടേതാണ് രാത്രി, ശിവബാബയാണ് രാത്രിയിൽ വരുന്നത്. ഭാരത് മേഹി മനാത്തേ ഭി ഹൈ ശിവരാത്രി. ബാബറയാണ് ഭാരതത്തിൽ തന്നെ ശിവരാത്രിയൊക്കെ ആഘോഷിക്കുന്നു. ശിവജയന്തി भी कहते हैं परंतु वास्तव में शिव जयंती कहना नहीं चाहिए क्योंकि उनके മരന്തി नहीं है. അപ്പൊ ബാബ പറയാണ് ശിവരാത്രിക്ക് ശിവജയന്തി എന്നും പറയുന്നു. പക്ഷെ വാസ്തവത്തില് ശിവജയന്തി എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ടെന്നാല് അല്ലെ ബാബ ഒരിക്കലും മരിക്കുന്നില്ലല്ലോ. അപ്പൊ ബാബന് അല്ലെ ജയന്തി എന്ന് പറയുന്ന ആരുടേതാണ് അല്ലെ, ആരെയാണോ ജനിച്ചിട്ട് മരിക്കുന്നത് അവരുടെയാണ് ജയന്തി എന്ന് പറയുക. ബാബറൻ ശിവബാബ ഒരിക്കലും അല്ലെ മരിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ബാബറൻ ശിവ ജയന്തി എന്ന് പറയാൻ പാടില്ല. മനുഷ്യ ജനംതാഹേവർ മരത്താവി. മനുഷ്യന്റെ കാര്യമാണെങ്കിൽ അവര് ജനിക്കുകയും ചെയ്യുന്നു പിന്നെ മരിക്കുകയും ചെയ്യുന്നു. വോ മരത്താഹി നഹി ഇസ്ലിയേ ശിവ ജയന്തി കഹനാ റോങ് ഹേ. ബാബയാണെങ്കിൽ മരിക്കുന്നില്ല, അതുകൊണ്ട് അല്ലെ ബാബയുടെ ശിവജയന്തി എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് ബാബ പറയാണ്. ശിവരാത്രി കഹനാട്ടെ. ശരിക്കും ശിവരാത്രി എന്ന് പറയുന്നതാണ് കറക്റ്റ്. ശിവബാബ ബദലാത്തെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ആരാ? അല്ലെ ശിവബാബയെ പറഞ്ഞു തരുന്നത്. ദൂസറ കോയി ഐസെ കഹന സകെ. ബാബയ്ക്കല്ലാതെ വേറെ ആർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധ്യമല്ല. പൽ കാത്തെ ശിവോഹം പരന്ത് ബദാന സകെ മേം കബ് ആത്താം. ബാബറെ മനുഷ്യർ ഇങ്ങനെയൊക്കെ പറയുന്നു സ്വയത്തെ കുറിച്ച് ശിവോഹം എന്നൊക്കെ പറയുന്നു. പക്ഷെ ശിവൻ വരുന്ന എപ്പോഴാണ് ബാബർ ഇതൊന്നും അവർക്ക് പറഞ്ഞു തരാൻ സാധ്യമല്ല. ആക്കർ കർത്താവും ഇനി ശിവബാബ എപ്പോ വരുന്നു, ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നു, ബാബറിന് ആർക്കും ഒന്നും പറഞ്ഞു തരാൻ സാധ്യമല്ല. ശിവബാബ തോ ബദലാത്തെ ഹേ കി അബ് അദാ കൽപ കി രാത്രി പൂരി ഹോ ദിൻ ശുരു ഹോത്താ ഹേ. അപ്പൊ ശിവബാബ വന്നാണ് പറഞ്ഞു തരുന്നത് മക്കളെ അരകൽപ്പമാകുന്ന രാത്രി പൂർത്തിയാകുന്നു, പിന്നെ പകല് തുടങ്ങിയാണ്. ഗീത കാ എപ്പിസോഡ് റിപ്പീറ്റ് ഹോ രഹാ ഹേ. ഇപ്പൊ രാത്രി പൂർത്തിയാകുന്നു, പകല് തുടങ്ങുന്നു. അപ്പൊ ഇവിടെ ഗീത എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്, റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. മുൻപ് നടന്നതാണ് അല്ലെ, അത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മൗത്ത് കാ തൂഫാൻ ഭി സാമനെ ഖടാ ഹേ. അപ്പൊ ഗീത എപ്പിസോഡ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. മരണമാകുന്ന ആ കൊടുങ്കാറ്റും തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്. പതി ദുനിയാവി ബരോബർ ഹേ. ശരിക്കും ഇത് പതിത ലോകാണ്. കലിയുഗ അന്ത് ഹേ. പറയാം കലിയുഗ അന്തിമമാണ്. മുസീബത്തെ ഭി സാമനെ. ഇപ്പൊ കലിയുഗ അന്ത്യമായത് കാരണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. സമസ്തേ ഹേ വഹി മഹാഭാരത ലഡായി ഹേ. ഈ കലിയുഗത്തിലെ ദൃശ്യങ്ങൾ കാണുമ്പോ അല്ലെ എന്താണ് വിചാരിക്കുന്നത്? ഇത് പണ്ട് നടന്ന അതേ മഹാഭാരത യുദ്ധമാണ്. जिसके लिए शास्त्रों में गायन है नेचुरल कलामिटीज द्वारा पुनः दुनिया का विनाश होना है. അല്ലെ അതിനെ കുറിച്ചാണ് ശാസ്ത്രങ്ങളിൽ പാടപ്പെട്ടിട്ടുള്ളത്. പ്രകൃതിക്ഷോഭത്തിലൂടെ
പഴയ ലോകത്തിന്റെ വിനാശം സംഭവിക്കുന്നു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. तो जरूर गीता का भगवान आया होगा. അപ്പൊ തീർച്ചയായിട്ടും മഹാഭാരത യുദ്ധ സമയത്ത് ഗീതയുടെ ഭഗവാനും വന്നിട്ടുണ്ടാകും. ആയെങ്കാഹി കലിയുഗ അന്തമേ, ഭഗവാൻ വരുന്നത് കലിയുഗ അന്തിമത്തിൽ തന്നെയാണ്. സത്യയുഗ ഫസ്റ്റ് പ്രിൻസ് വഹ് ദ്വാപർ മേ ഹോ ന സകേ. ബാബ പറയാണ് സത്യയുഗത്തിലെ ഫസ്റ്റ് പ്രിൻസ് ആയ ശ്രീകൃഷ്ണൻ ദ്വാപരയുഗത്തില് ഉണ്ടാകില്ല. മനുഷ്യർക്കോ 84 ശരീരം മിൽത്തേ ഹേ. ബാബ പറയാണ് മനുഷ്യർക്ക് 84 ശരീരം ലഭിക്കുന്നു. हर एक जन्म में फीचर्स बदल जाते हैं, एक न मिले दूसरे से. അപ്പൊ ഓരോ ജന്മങ്ങളിലും ഫീച്ചേഴ്സ് മാറിക്കൊണ്ടിരിക്കും, രൂപം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഓരോ ജന്മത്തിലെ ഫീച്ചേഴ്സും അല്ലെ ഒരു ജന്മത്തിലേത് മറ്റൊരു ജന്മത്തിലേതുമായി താരതമ്യപ്പെടുത്താൻ പറ്റില്ല. बलवी कृष्ण का गायन पूजन है, परंतु उनके एक्यूरेट फीचर्स तो खो न सके. ബാബ പറയാണ് ശ്രീകൃഷ്ണന്റെ മഹിമ പാടുന്നു, ശ്രീകൃഷ്ണനെ പൂജിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ആ കൃഷ്ണന്റെ അല്ലെ യഥാർത്ഥമായ ആ രൂപം ബാബ പറയാണ് അത് ആർക്കും തന്നെ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഉൻകാ ഫോട്ടോ ഫി നിക്കൽ ന സകെ. സത്യത്തിൽ ഉണ്ടായിരുന്ന കൃഷ്ണന്റെ അതേ ഫോട്ടോ ബാബ പറയാണ് അല്ലെ എടുക്കാൻ സാധിക്കില്ല. ऐसे ही मिट्टी का कागज का भी बना लेते हैं. അല്ലെ കൃഷ്ണന്റെ അല്ലെ മണ്ണുകൊണ്ടുള്ള പ്രതിമ ഉണ്ടാക്കാറുണ്ട്, അല്ലെ അവരുടെ പേപ്പറിന്റെ ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. एक्यूरेट फीचर्स जब ध्यान में जाओ तब तुम देख सकते हो. അപ്പൊ കൃഷ്ണന്റെ രൂപം ഉണ്ടാക്കിയാണെങ്കിൽ തന്നെ അവരുടെ സത്യത്തിൽ ഉണ്ടായിരുന്ന ആ കൃഷ്ണന്റെ അതേ രൂപമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ബാബ പറയാ അല്ലെ ആ കൃത്യമായ ആ ഫീച്ചേഴ്സ് കുട്ടികള് അല്ലെ കൃഷ്ണന്റെ അതേ രൂപം സത്യത്തിൽ ഉണ്ടായിരുന്ന അതേ രൂപം കുട്ടികള് അല്ലെ ധ്യാനത്തിലേക്കൊക്കെ പോകുമ്പോഴാണ് അല്ലെ കാണാൻ കഴിയുക. ഫോട്ടോ നിക്കാൻ സക്തി. അപ്പൊ ധ്യാനാവസ്ഥയില് അല്ലെ അതേ രൂപം കാണാൻ കഴിയുന്നു, പക്ഷെ അപ്പൊ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. മീര കൃഷ്ണ സെ ഡാൻസ് കർത്തിയത് ബൗദ്ധ നാമിഗ്രാമി. ഇങ്ങനെയും പറയപ്പെടുന്നു മീര കൃഷ്ണനോടൊപ്പം ഡാൻസ് ചെയ്തിരുന്നു. അല്ലെ മീര വളരെ പ്രസിദ്ധമാണ് അല്ലെ ഭക്തര്. ശിരോമണി ഭക്തോമേ ഗായി ജാതി ഹേ. ഭക്ത ശിരോമണികളില് മീരയുടെ മഹിമയൊക്കെ പാടുന്നുണ്ട്. കൃഷ്ണ കോ യാദ് കർത്തി തീ തോ ചട്ട് ഉൻകോ സാക്ഷാത്കാർ ഹോത്താ താ. അത് മീരയെ കുറിച്ച് ഇങ്ങനെ പറയുന്നു അല്ലെ മീര കൃഷ്ണനെ ഓർമ്മിക്കുമ്പോ അല്ലെ കൃഷ്ണന്റെ സാക്ഷാത്കാരം പെട്ടെന്ന് തന്നെ കിട്ടുമായിരുന്നു. കൃഷ്ണ പ്രീതി അല്ലെ മീരയ്ക്ക് കൃഷ്ണനോട് അത്രയും പ്രീതിയായിരുന്നു. സാക്ഷാത്കാർ മേബി ദേഖ്തി അല്ലെ സാക്ഷാത്കാരത്തിൽ പോലും മീര ശ്രീകൃഷ്ണനെ കണ്ടിരുന്നു. ഇസ്ലേ പവിത്രേന ചാത്തി. അതുകൊണ്ട് തന്നെ മീര പവിത്രമായി ജീവിക്കാൻ ആഗ്രഹിച്ചു. ജാനത്തെ ഹേ വഹാം വികാർത്ത ഹോത്താ നഹി. അല്ല അറിയാം അവിടെ വികാരമില്ല, സ്വർഗത്തിൽ വികാരമില്ല. കൃഷ്ണസെ പ്രീതി ലഗീത്തോ പവിത്ര സരൂർ ബണ്ണാ പടേ. ഇനി കൃഷ്ണനോട് പ്രീതി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പവിത്രമായി മാറണം. ഈ കാര്യം മീരയ്ക്കും അറിയായിരുന്നു എന്ന് ബാബ പറയേ. പതീതോ കൃഷ്ണയ്ക്ക് സാത്ത് മിൽന സകേ. പതീതർക്ക് കൃഷ്ണനുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കില്ല. മീര പാവന്റെ ഇസ്ലി ഉൻകി മഹിമാഹേ. അപ്പൊ മീര പാവനമായി ജീവിച്ചു, അതുകൊണ്ടാണ് മീരയ്ക്ക് ഇത്രയും മഹിമയുള്ളത്. ബാബ ഹി സംശോക്കെ. ഈ രഹസ്യങ്ങളൊക്കെ ബാബയാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഭക്തി മാർഗമേത്തോ ഉൻകി അല്പകാൽ ക്ഷണഭംഗുർക്കി ഭാവന പൂരി ഹുയി. ബാബ പറയാണ് ഭക്തി മാർഗത്തില് മീരയുടെ അല്ല അല്പകാലത്തെ ആഗ്രഹം ഉണ്ടല്ലോ, ക്ഷണഭംഗുരമായ ആഗ്രഹം, അത് പൂർത്തീകരിക്കപ്പെട്ടു, ആ ഭാവന പൂർത്തീകരിക്കപ്പെട്ടു. साक्षात्कार हुआ जो मनोकामना रखते हैं और अल्पकाल के लिए पूरी हो जाती है. അപ്പൊ സാക്ഷാത്കാരം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമാണ് അവിടെ വെച്ചത്, അത് അല്പസമയത്തേക്ക് പൂർത്തീകരിക്കപ്പെട്ടു. അനേക പ്രകാരക്ക് ദേവതയെ ആദി. ബാബ പറയാണ് അല്ലെ കൃഷ്ണൻ മാത്രമല്ല
അനേക പ്രകാരത്തിലുള്ള ദേവതകളൊക്കെ ഉണ്ട്. ഉൻകാ സാക്ഷാത്കാർ ഭി ചാഹത്തെ ഹെ, അല്ലെ മനുഷ്യരെ അവരെയും അല്ലെ സാക്ഷാത്കാരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു. तो ड्रामा प्लान अनुसार वह मनोकामना पूर्ण हो जाती है. അപ്പം അല്ലെ ദേവതകളൊക്കെ സാക്ഷാത്കാരത്തിൽ കാണാൻ മനുഷ്യർ ആഗ്രഹിക്കുന്നു, ഭക്തർ ആഗ്രഹിക്കുന്നു. അപ്പൊ ബാബ പറയാണ് ഡ്രാമ പ്ലാൻ അനുസരിച്ച് അല്ലെ അങ്ങനെയുള്ളവരുടെ മനോകാമനകള് പൂർത്തീകരിക്കപ്പെടുകയാണ്, അല്ലെ സാക്ഷാത്കാരം കിട്ടിയാണ് അവർക്ക്. ഭക്തി മാർഗക്ക് നോന്തഹി, അവരുടെ ഡ്രാമയിലെ ഭക്തി മാർഗവും അതും ഫിക്സഡ് ആണ്, നടക്കേണ്ടതാണ്. വേദശാസ്ത്ര പഠിത്തെ മാതാ മാർത്തെ തോന്നി മുക്തി ജീവൻമുക്തി മേ ജാനേ ഹി സക്തി. അപ്പൊ ബാബ പറയാണ് ഈ വേദശാസ്ത്രങ്ങൾ പഠിച്ചാലും ഭക്തിയിൽ എത്ര തലയിട്ട് ഒടിച്ചാലും ബാബ പറയാണ് മുക്തിയിലേക്കോ ജീവൻ മുക്തിയിലേക്കോ ആർക്കും പോകാൻ കഴിയില്ല. ആകെ ബനാറസ് മേ ജാക്കർ കാശി കൽവട്ട് കാത്തേതേ. അവരുടെ ഭക്തിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെ. പണ്ടൊക്കെ ബനാറസില് അല്ലെ ഒരു കിണറുണ്ടെന്നാണ് പറയുന്നത്. അവിടെ പോയി അല്ലെ ചുറ്റിനും വാള് ഘടിപ്പിച്ചിരിക്കുകയാണ് അല്ലെ. ഭക്തരെന്താണ് അല്ല സ്വയം ബലിയാകുന്നു, ഈശ്വരന് ബലിയാകുക എന്ന് പറഞ്ഞ് അതിൽ ചാടി മരിക്കരുത്. സമസ്തേത് ശിവപുരി അർത്ഥാത് മുക്തി മേ ജായേ പരന്തു ജാ നഹി സക്തേ. വിചാരിക്കുന്നതാണ് ആ കാശിയിലെ കിണറിൽ പോയി ചാടി മരിച്ചാല് ശിവപുരി അതായത് മുക്തിയിലേക്ക് പോകാൻ കഴിയും എന്നാണ് അവര് വിചാരിക്കുന്നത്. പക്ഷെ ബാബ പറയാണ് അങ്ങനെയൊന്നും ആർക്കും പോകാൻ സാധ്യമല്ല. മുക്തി മേലെ ജാനേ വാലാ ഹി ഏക് ബാബു. എല്ലാവരെയും മുക്തിയിലേക്ക് കൊണ്ടുപോകുന്നവൻ ഒരു ബാബയാണ്. ഉൻകോ ഹി മുക്തി ജീവൻ മുക്തി ദാദാ കഹാ ജാതാ ഹെ. ആ ബാബയെ തന്നെയാണ് മുക്തി ജീവൻ മുക്തി ദാതാവ് എന്ന് പറയുന്നത്. ദൂസറ കോയി ലേ ജാ നഹി സക്ത. മറ്റാർക്കും തന്നെ അല്ലെ മുക്തിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. സത്യമേ ലക്ഷ്മി നാരായണ രാജ്യത तो जीवन मुक्ति थी, जीवन बंद नहीं था. അപ്പൊ സത്യത്തില് ലക്ഷ്മി നാരായണന്റെ രാജ്യം ഉണ്ടായിരുന്ന സമയത്ത് ജീവൻ മുക്തിയിലായിരുന്നു, ജീവൻ ബന്ധനം ഉണ്ടായിരുന്നില്ല. ജീവൻ മുക്തിയിലായിരുന്നു, ജീവൻ ബന്ധനം ഉണ്ടായിരുന്നില്ല. യാതൊരു പ്രകാരത്തിലുള്ള ബന്ധനമില്ല. ബോധത്തോടെ ആത്മീയതേ അവരാണ് സത്യത്തില് വളരെ കുറച്ച് മനുഷ്യരാണ് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ഇത്തന്നെ കരോടോ മനുഷ്യര്. ഈ സമയം നോക്കിയാല് അല്ലെ ലോകത്തില് എത്ര കോടിക്കണക്കിന് മനുഷ്യരും. സത്യമേ ഇത്തനെ ദേനയി അവരാണ് സത്യത്തില് ഇത്രയധികം മനുഷ്യരൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കി സമയം സബ് കഹാന്തി. അപ്പൊ സത്യത്തിൽ കുറച്ച് മനുഷ്യരെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ സമയത്ത് ഈ ബാക്കി മനുഷ്യരൊക്കെ എവിടെയായിരുന്നു? ഏ ബി അഭി തുംകോ പതാപടാഹെ. ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സൃഷ്ടിക്ക് ആദ്യ മധ്യാന്തിക്ക് നോളജ് അഭി തുംകോ മിൽത്തി ഹി. ബാബ പറയാ സൃഷ്ടിയുടെ ആദ്യ മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ഇപ്പോഴാണ് നിങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നത്. രചയിത രചനാക്ക് ആദ്യ മധ്യ അന്തുക്കോ കോയി ജാൻ നഹി സക്തേ. രചയിതാവിനെ കുറിച്ചും രചനയുടെ ആദ്യ മധ്യ അന്ത്യത്തെ കുറിച്ചും മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അഭി തും ജാനത്തെ ഹോ പതീത സൃഷ്ടിക്ക അന്ത് ഹേ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു ഈ പതീതമായ സൃഷ്ടിയുടെ അന്തിമ സമയമാണ്. तो समझते कलयुग अर्जुन 40,000 वर्ष चलना है, परंतु तुम जानते हो अभी कलयुग का अंत होना है, तब ही बाप आकर सारी नॉलेज सुनाते हैं. ബാബ പറയാ മനുഷ്യര് വിചാരിക്കുന്നത് കലിയുഗം ഇനിയും 40,000 വർഷം ഇങ്ങനെ മുന്നോട്ട് പോകും എന്നാണ് മനുഷ്യന്റെ വിചാരം. ബാബ പറയാ പക്ഷെ നിങ്ങൾ കുട്ടികൾക്കറിയാം ഇപ്പോൾ ഈ കലിയുഗത്തിന്റെ അന്തിമ സമയമാണ് അല്ലെ. ബാബയും വന്ന് മുഴുവൻ ജ്ഞാനവും നമ്മളെ കേൾപ്പിക്കുകയാണ്. ഊഞ്ചത്തെ ഊഞ്ച് ഹേ ഹി ഭഗവാൻ അല്ലെ. ഭഗവാനെ കുറിച്ച് പറയുന്നതാണ് ഭഗവാൻ ഉയർന്നതിൽ ഉയർന്നതാണ്. പിന്നെ ഉൻകാ ജനം ഭി യഹാ ഹോത്താ ഹൈ. ആ ഭഗവാൻ ജനിക്കുന്നതും അല്ലെ എവിടെയാണ്? ആത്തെ ഹി സംഗം പർ और अंत होने का इशारा देते हैं. നീ ബാബ വരുന്നത് തന്നെ സംഗമ യുഗത്തിലാണ് അല്ലെ. കലിയുഗത്തിന്റെയും സത്യത്തിന്റെയും ഇടയിലുള്ള സംഗമത്തിലാണ്. അപ്പൊ ബാബ വന്നിട്ട് ആ സൃഷ്ടിയുടെ അന്തിമത്തെ കുറിച്ചുള്ള സൂചന നൽകിയാണ്.
വിനാശ കാ സാക്ഷാത്കാർ ഭി കരായ. അല്ലെ, ബാബ വന്ന് കുട്ടികൾക്ക് വിനാശത്തിന്റെ സാക്ഷാത്കാരമൊക്കെ ചെയ്യിപ്പിച്ചു. അർജുൻ കെ ലിയെ ഹി ദിഖാത്തെ ഹൈ നാ ഈ സാക്ഷാത്കാരം. അല്ലെ, അർജുനനെ കുറിച്ച് പറയുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അല്ലെ, അർജുനന് സാക്ഷാത്കാരം ഉണ്ടായി. തും ബച്ചോം ഭി ബഹുതോനെ സാക്ഷാത്കാർ കിയാ ഹൈ. ബാബ പറയാ, നിങ്ങൾ കുട്ടികളിലും പലരും സാക്ഷാത്കാരം കണ്ടിട്ടുണ്ട്. ജിത്തന ജിത്തന നസ്തീക് ആയെങ്കെ തോ ദേഖ്നെ മേ ആയേഗ. അല്ല, എത്രത്തോളം ആ സ്വർഗത്തിന്റെ സമീപത്തേക്ക് നമ്മൾ വന്നു ചേരുന്നു, അപ്പോൾ ആ സ്വർഗത്തിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യ ജബ് ഘർ കെ നസ്തീക് ആത്തെ ഹൈ തോ സബ് ബാത്തെ യാദ് ആത്തി ഹൈ നാ. അവരുടെ മനുഷ്യരും അല്ലെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ, വീടിന്റെ സമീപത്തേക്ക് വന്നു ചേരുമ്പോ അല്ലെ വീട്ടിലെ എല്ലാ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. തുങ്കോ ബഹുത്ത് സാക്ഷാത്കാർ ഹോത്തേ രഹേംഗെ. ഇനി അങ്ങോട്ട് പോകുമ്പോ നിങ്ങൾക്കും അല്ലെ അനേക പ്രകാരത്തിലുള്ള സാക്ഷാത്കാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. മുക്തിധാമേ ജാക്കർ ഫിർ ജീവൻ മുക്തിമേ ആനാ ഹൈ. അല്ലെ, മുക്തിധാമത്തിലേക്ക് പോയിട്ട് പിന്നീട് നമുക്ക് ജീവൻ മുക്തിയിലേക്ക് വരണം. തും ജാനത്തെ ഹോ ബരോബർ ഭാരത് വിശ്വ മാലിക്. അവരുടെ കുട്ടികൾ മനസ്സിലാക്കുന്നു, ശരിക്കും ഈ ഭാരതം വിശ്വത്തിന്റെ അധികാരിയായിരുന്നു. ബാപ്പു കാത്തെ മേ 500 വർഷത്തെ ബാദ് ആക്കർ തുമ്പോ രാജ്യവും സിഗറാത്താകും. ബാബു പറയാ, ഞാൻ ഓരോ 1000 വർഷത്തിന് ശേഷവും വന്ന നിങ്ങൾ കുട്ടികളെ രാജ്യവും പഠിപ്പിക്കും. സ്ഥാപന ഹോ രഹി ഹൈ ഭവിഷ്യ നയി ദുനിയാ കെ ലിയെ. ഇവിടെ അല്ലെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഭാവിയിലെ പുതിയ ലോകത്തിന്റെ സ്ഥാപന. സംഗം പ്രസ്താവന ഹോത്താഹി. സംഗമ യുഗത്തിലാണ് സ്ഥാപന നടക്കുന്നത്. തും ബ്രാഹ്മൺ ഹോഹി സംഗമ യുഗം പർ. നിങ്ങൾ ബ്രാഹ്മണരുള്ളത് സംഗമ യുഗത്തിലാണ്. ഹേ ശൂദ്ര തും ഹോ ബ്രാഹ്മൺ. ലോകത്തിലുള്ളവര് ശൂദ്രര്, നിങ്ങളാണെങ്കിൽ ബ്രാഹ്മണര്. ദേവതാരി. ഇനി സ്വർഗത്തിലുള്ളവരാരാണ്? അവര് ദേവതകൾ. ബാത്തെ പോയി ശാസ്ത്രവുമേ നഹി ഹൈ. അവർ ഇനി കാര്യങ്ങളെ ശാസ്ത്രങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. മനുഷ്യ തോടെ ഹി ജാനത്തെ ഹൈ സംഗം കിസ്കോ കഹാ ജാത്താ ഹൈ. അവർ ഈ മനുഷ്യർക്ക് അറിയില്ല സംഗമം എന്ന് പറയുന്നത് എന്തിനെയാണ്. ഇൻകോ കല്യാണക്കാരി സുഹാവന സംഗം യുഗ് കഹാ ജാത്താ ഹൈ. ഇതിനെയാണ് മംഗളകാരിയായ സുന്ദരമായ സംഗമയുഗം എന്ന് പറയുന്നത്. ജഹാസെ പതിത് ഭാരത് പാവൻ ബൻതാഹി. ഈ സമയത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ സമയത്താണ് പതീതമായ ഭാരതം പാവനമായിട്ട് മാറുന്നത്. അല്ലെ, അങ്ങനെയുള്ള സമയമാണ് ഇത്. ബാപ്പി കല്യാണക്കാരിയെ, ബാബയും മംഗളകാരിയാണ്. ആത്തേവി ഭാരതമേ. ഇനി ബാബ വരുന്നത് ഭാരതത്തിൽ തന്നെയാണ്. ബാപ്പു കാത്തെ അഭി തുമാരെ 84 ജനം പൂരെ ഹുए अब तुम പതീത് ഹോ ഏക് ഹി പാവൻ നഹി. ബാബ പറയാ, മക്കളെ, ഇപ്പോൾ നിങ്ങളുടെ 84 ജന്മം പൂർത്തിയായി. നിങ്ങളിപ്പോ പതീതമായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഒരാൾ പോലും പാവനമായിട്ടില്ല. സൗ ഭ്രഷ്ടാചാരി. ഈ ലോകത്തിലുള്ളവരെല്ലാവരും ഭ്രഷ്ടാചാരികളാണ്. വികാസ പൈത ഹോത്തേ ഹൈ. അല്ലെ, ഭ്രഷ്ടാചാരി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വികാരത്തിലൂടെ ജന്മം എടുക്കുന്നവരാണ്. തും ശ്രേഷ്ഠ ദേവി ദേവതാത്തേ ഫിർ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ബനെ. ബാബറെ, നിങ്ങൾ കുട്ടികൾ ശ്രേഷ്ഠരായ ദേവീ ദേവതകളായിരുന്നു, പിന്നീട് ക്ഷത്രിയനായി, വൈശ്യനായി, ശൂദ്രനായി. അഭി ബ്രാഹ്മൺ ബനേ ഹോ ഫിർ ദേവതാ ബനേങ്കെ. ഇപ്പൊ വീണ്ടും ബ്രാഹ്മണനായിരിക്കുന്നു, ഇനി ദേവതയായിട്ട് മാറും. पर अंत में आकर प्रजापिता ब्रह्मा मुख द्वारा സ്ഥാപന करते हैं. അല്ലെ, വീണ്ടും അന്തിമത്തില് ബാബ വന്ന് പ്രജാപിത ബ്രഹ്മാവിന്റെ മുഖത്തിലൂടെ സ്ഥാപനയുടെ കാര്യങ്ങൾ ചെയ്യുകയാണ്. കിസ്കി അല്ല, എന്തിന്റെ സ്ഥാപനയാണ് ബാബ ചെയ്യുന്നത്? സ്വർഗത്തിന്റെ സ്ഥാപനയാണ് ബാബ ചെയ്യുന്നത്. ദേവീ ദേവതാ ധർമ്മത്തി. അല്ലെ, സ്വർഗത്തിന്റെ സ്ഥാപനം എന്ന് പറയാം, ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപനം എന്ന് പറയാം. അല്ലെ, ബാബ ഈ പ്രജാപിത ബ്രഹ്മാവിന്റെ മുഖത്തിലൂടെ സ്ഥാപന ചെയ്യുകയാണ്. തും യഹാ ആയേ ഹോ ദേവീ ദേവതാ ബന്നെ ദേവീ ഗുൺ ധാരൺ കർണെ. ബാബ പറയാ, നിങ്ങൾ കുട്ടികൾ ഇവിടേക്ക് വന്നിരിക്കുന്നതേ ദേവീ ദേവതയാകാൻ വേണ്ടിയിട്ടാണ്, ദൈവീക ഗുണങ്ങള് ധാരണ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. തും ബച്ചോं को मालूम है कि कोई भी विकारी को यहाँ अलाउ नहीं किया जाता है. ഇതും നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇവിടേക്ക്
വികാരികളായ മനുഷ്യരെ ആരെയും തന്നെ അനുവദിക്കില്ല. പാലെ പാലെ പവിത്രതാക്കി പ്രതിജ്ഞ ലേനി ഹോത്തേ അല്ലെ, മധുവനിലേക്ക് വരണമെങ്കിൽ, ബാബയുടെ സന്മുഖത്തിൽ വരണമെങ്കിൽ ഏറ്റവും ആദ്യം പവിത്രതയുടെ പ്രതിജ്ഞ എടുക്കേണ്ടതായിട്ടുണ്ട്. एक बार प्रतिज्ञा कर अगर तोड़ते हैं तो एकदम रसातल में चले जाते हैं, चंडाल का जन्म पा लेते हैं. അപ്പൊ ബാബ പറയാണ്, ഒരു തവണ പ്രതിജ്ഞ എടുത്തിട്ട് അഥവാ അത് അല്ലെ മുറിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെ, തീർത്തും ബാബയുടെ നരകത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അല്ലെ, ചണ്ടാലന്റെ ജന്മമായിരിക്കും കിട്ടുക. यहाँ बाबा के आगे पतित कोई आ नहीं सकते. ഇല്ല, ഇവിടെ ബാബയുടെ മുന്നിലേക്ക്, ബാബയുടെ അടുത്തേക്ക് പതിതർക്ക് വരാൻ സാധ്യമല്ല. अगर ब्राह्मणी भूल से ही ले आती है तो उन पर भी बड़ा दोष आ जाता है. അഥവാ ഏതെങ്കിലും സിസ്റ്റേഴ്സ് അല്ലെ തെറ്റിലൂടെ ആരെങ്കിലും പതിതരെ അല്ലെ കൊണ്ടുവന്നാൽ ബാബ പറയാണ്, അല്ല അതിന്റെ ദോഷം അല്ല അവരിൽ വന്നു ചേരുന്നു, അല്ല വലിയ ദോഷം വന്നു ചേരുകയാണ്. ദോനോ ചണ്ടാൽ ബൻപെടുത്തേ അല്ല, അവിടെ എന്താ സംഭവിക്കുന്ന? പവറൻ കൊണ്ടുവരുന്നവരും ആരാണോ വരുന്നത് അല്ലെ, രണ്ടു കൂട്ടരും പവറൻ ചണ്ടാലിനായിട്ട് മാറുകയാണ്. ജോ പാവൻ നഹീ ബൻ സക്തേ ഉൻകോ യഹാ ആനെ കാ ഹുക്കൂം നഹീ ഹൈ. അപ്പൊ പാവനമായി ജീവിക്കാത്തവർക്ക് ഇവിടെ വരാനുള്ള അധികാരമില്ല. पर्सनल आकर समझ सकते हैं परंतु बाबा की सभा में आ नहीं सकते. ഈ പേഴ്സണലായിട്ട് വന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും, ഇവിടെ വന്ന് ജ്ഞാനം കേൾക്കാൻ കഴിയും. പക്ഷെ ബാബ വരുന്ന സഭയിലേക്ക്, ബാബയുടെ സഭയിലേക്ക് അവർക്ക് വരാൻ സാധ്യമല്ല. അഗർ ഭൂസഹിലെ ആത്തേഹത്ത് ഉൻകോ ചോട്ട് ബോത്ത് ലക്കി. അഥവാ ഇനി ആരെങ്കിലും തെറ്റ് ചെയ്ത് അവരുടെ അങ്ങനെയുള്ളവരെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിന്റെ മുറിവ് അല്ലെ, ആ ദോഷം വന്നു ചേരും. ആദ്യത്തോ ഡേറി അവർ എത്രയോ പേരാ വരുന്നത്. सबको मालूम है कि बेहद के बाप के पास जाते हैं हमको पवित्र जरूर बनना है. അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മൾ പോകുന്നത് ആരുടെ അടുത്തേക്കാണ്? അല്ലെ, പരിധിയില്ലാത്ത അച്ഛന്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പവിത്രമായി മാറണം. മീര പവിത്ര തീ തോന്തോ കിത്തനാ മാനി. അവർ നോക്കൂ, മീര അല്ലെ പവിത്രമായി ജീവിച്ചല്ലോ, അതുകൊണ്ട് തന്നെ മീരയ്ക്ക് എത്ര ബഹുമാനം കിട്ടി. अब तुम ज्ञान अमृत पिलाते हो फिर भी वह कहते हैं हमको जहर चाहिए. നമ്മൾ കുട്ടികളാണെങ്കിലും മനുഷ്യരെ ജ്ഞാനാമൃതമാണ് കുടിപ്പിക്കുന്നത്. ഈ ജ്ഞാനാമൃതം കുടിപ്പിച്ചിട്ടും അല്ലെ അവരെന്താ പറയുന്നത്? ഞങ്ങൾക്ക് വിഷം വേണം, അല്ലെ വികാരം വേണം, വികാരമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അബലാവും പർത്തിനെ അത്യാചാർ കർത്തേ വിഷുക്കേലി. പവൻ അബലകളായ അമ്മമാരുടെ മേലെ എത്ര അത്യാചാരാണ് ചെയ്യുന്നത് വിഷത്തിന് വേണ്ടിയിട്ട്. കൃഷ്ണക്ക് तो बात नहीं. അവരോട് കൃഷ്ണന്റെ കാര്യമൊന്നുമില്ല. तो बड़ी भूल है जो भगवान के बदले कृष्ण का नाम डाल दिया. അവരുടെ ഏറ്റവും വലിയ തെറ്റിതാണ് ഭഗവാന്റെ സ്ഥാനത്ത് കൃഷ്ണന്റെ പേരെടുത്തിട്ടു. ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. बाबू समझाते हैं, भक्त कहते हैं भक्ति के बाद भगवान आते हैं फल देने, तो भक्ति निष्फल हुई ना. परंतु कुछ भी नहीं समझते. അപ്പൊ ബാബു മനസ്സിലാക്കി തരികയാണോ അല്ലെ, ഭക്തരെന്താ പറയുന്നത്? ഭക്തിക്ക് ശേഷം ഭഗവാൻ വരുന്നു ഭക്തിയുടെ ഫലം നൽകാൻ. അപ്പൊ പറയാണ്, അപ്പൊ ഭക്തി നിഷ്ഫലമായില്ലേ? അവരൊന്നും മനസ്സിലാക്കുന്നില്ല. ഭാരതി ഗോൾഡൻ ഏജ് താ. ഈ ഭാരതം തന്നെയാണ് ഗോൾഡൻ ഏജ് ആയിരുന്നത്. അപ്പൊ ഈ അയൺ ഏജ് അല്ല, ഇപ്പോൾ ഭാരതത്തിന്റെ അവസ്ഥ എന്താണ്? അയൺ ഏജ് ആണ്. കാത്തെ ബിഹെ പതിത് പാവൻ ആവോത്തോ പതിത് ടഹരേന. അല്ല, എല്ലാരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പതീത പാവൻ അങ്ങ് വരൂ. അപ്പൊ സ്വയം പതീതരാണല്ലോ, അതുകൊണ്ടാണല്ലോ വിളിക്കുന്നത്. പരന്തു കിസ്കോ കഹിത്തും നരകവാസി പതീത് ഹോത്തോ സമഷ്തേനെ. അപ്പൊ പതീതരായതുകൊണ്ടാണ് പതീത പാവനായ ഭഗവാനെ വിളിക്കുന്നത്. പക്ഷെ നമ്മൾ ആരോടെങ്കിലും പറയുകയാണ് അല്ലെ നിങ്ങൾ നരകവാസിയാണ്, പതീതരാണ് എന്ന് പറഞ്ഞാല് അതൊട്ട് മനസ്സിലാക്കത്തില്ല. बाबा ने जब समझदार बनाया था तो स्वर्ग था, अभी बेसमझ होने से कंगाल बने हैं. ബാബ എപ്പോഴാണോ കുട്ടികളെ വിവേകശാലിയാക്കി മാറ്റിയത്
അപ്പോൾ സ്വർഗമായിരുന്നു. ഇപ്പോൾ എന്തായി? വിവേകശൂന്യരായി മാറി അല്ലേ? അപ്പൊ അവരെ തീർത്തും പാപ്പരായി മാറിയിരിക്കുകയാണ്. जब देवी देवों का राज्य था तो भारत कितना ऊंची था. ഭഗവാന്റെ ദേവി ദേവരുടെ രാജ്യം ഉണ്ടായിരുന്ന സമയത്ത് ഈ ഭാരതദേശം എത്ര ഉയർന്നതായിരുന്നു. कहते हुए स्वर्ग था, लक्ष्मी नारायण का राज्य था, पर शास्त्रों में ऐसी ऐसी बातें लिख दी है जो लोग समझते हैं वहां भी असुर थे. അപ്പൊ ബാബു പറയാണ് ദേവി ദേവതയുടെ രാജ്യം ഉണ്ടായിരുന്ന സമയത്ത് ഈ ഭാരതം എത്ര ഉയർന്നതായിരുന്നു അല്ല, അതിനെക്കുറിച്ചാണ് പറയുന്നത്. സ്വർഗം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ലക്ഷ്മി നാരായണന്റെ രാജ്യം ഉണ്ടായിരുന്നു. പിന്നീട് ബാബു പറയുന്ന ശാസ്ത്രങ്ങളില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. അല്ല, മനുഷ്യര് വിചാരിക്കുന്നു ദേവത ഉണ്ടായിരുന്ന സമയത്ത് അസുരന്മാരും ഉണ്ടായിരുന്നു അല്ല, കൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്ത് കംസൻ ഉണ്ടായിരുന്നു, രാമൻ ഉണ്ടായിരുന്ന സമയത്ത് അവൻ ഉണ്ടായിരുന്നു അല്ലെ എന്നൊക്കെയാണ് ശാസ്ത്രങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്. ശാസ്ത്ര കോയി സദ്ഗതിക്കല്ലേ നഹീ. ബാബു പറയും മക്കൾ, ഇന്ന് മനുഷ്യർ പഠിക്കുന്ന ശാസ്ത്രങ്ങൾ അത് സദ്ഗതിക്ക് വേണ്ടിയുള്ളതല്ല, അല്ല അതിലൂടെ സദ്ഗതി കിട്ടാൻ പോകുന്നില്ല. ബഹുത്തോ ജബ് ബാപ്പ് ആയേ തബ സർവ്വയ്ക്ക് സദ്ഗതി കരെ. അപ്പൊ സദ്ഗതി എപ്പോഴാണ് എല്ലാവർക്കും കിട്ടുന്നത് അല്ലെ? ബാബ എപ്പോഴാണ് സൃഷ്ടിയിലേക്ക് വരുന്നത് അപ്പോഴാണ് സദ്ഗതി കിട്ടുന്നത്. ഏഹേ രാവൺ രാജ്യം തവത്തോ ചാത്തേ രാമരാജ്യവും അല്ലെ, ഇത് രാവണ രാജ്യമാണ്. അതുകൊണ്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് രാമരാജ്യം വരണം. നഹീ ജാനത്തെ രാവൺ രാജ്യം കബസേ ശുരു ഹുവാ. പക്ഷെ മനുഷ്യർക്ക് ഇതറിയില്ല, ഈ രാവണ രാജ്യം തുടങ്ങിയത് എപ്പോൾ മുതലാണ്? അത് ദ്വാപരയുഗം മുതലാണ്. ജ്ഞാൻ സാഗർ ബാപ്പത്തോ സബ്കോ സദ്ഗതിയിലെ ജാത്തേ. ജ്ഞാനസാഗരനായ ബാബ എല്ലാവരെയും സദ്ഗതിയിലേക്ക് കൊണ്ടുപോകും. സമച്ചിനേക്ക് പാർട്ടി ബാബ പറയാണ് ഈ കാര്യങ്ങളൊക്കെ കുട്ടികള് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഹരേക്ക് ആത്മാക്കോ അവിനാശി പാട്ട് മിലാഹുവ. ഓരോ ആത്മാവിനും ഇവിടെ അവിനാശിയായ പാട്ട് ലഭിച്ചിരിക്കുന്നു. ആത്മാ ശാന്താം സെ ആത്തി ഹേ ഇസ് പൃഥ്വി പർ പാട്ട് ബച്ചാനെ. ആത്മാവ് ശാന്തിധാമത്തിൽ നിന്ന് വരുന്നു ഈ ഭൂമിയിലേക്ക് പാട്ടഭിനയിക്കാൻ വേണ്ടി. ആത്മാവി അവിനാശി, ഡ്രാമാവി അവിനാശി. ബാബ പറയാണ് ആത്മാവ് അവിനാശിയാണ്, ഈ ഡ്രാമയും അവിനാശിയാണ്. ഉസ്മേ ആത്മാ അവിനാശി ആക്ടർ ഹി. ഈ സൃഷ്ടിയാകുന്ന നാടകത്തില് അല്ലെ ആത്മാവ് അവിനാശിയായ അഭിനേതാവാണ്. പരന്താമക്ക് രഹനെ വാലി അല്ലെ, ആത്മാവ് യഥാർത്ഥത്തില് പരന്താമത്തില് വസിച്ചിരുന്നതാണ്. 84 ജന്മം ഗായകി. ആത്മാവിനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്, 84 ജന്മങ്ങൾ എടുക്കുന്നു ആത്മാവ്. ഓതോ 84 ലാഖ് കഹത്തെ. മനുഷ്യൻ എന്ന ലോകത്തിൽ പറയുന്നു 84 ലക്ഷം ജന്മങ്ങൾ എന്നൊക്കെ പറയുന്നു. പരമാത്മാക്കോ പത്ര വിക്രമി കഹത്തെ തോ പ്ലാനി വീണ. ആത്മാക്കളെ കുറിച്ച് പറയുന്നു 84 ലക്ഷം ജന്മം. അല്ലെങ്കിൽ പരമാത്മാവിനെ കുറിച്ച് മനുഷ്യർ എന്താ പറയുന്നത് അല്ലെ, കല്ലിലും മുള്ളിലും ഒക്കെ പരമാത്മാവുണ്ട്. പറയാണ് ഇങ്ങനെയൊക്കെ പറയുക എന്നത് അല്ലെ ഭഗവാനെ ഗ്ലാനി ചെയ്യുകയാണല്ലോ, ധനിക്കുകയാണല്ലോ. ബാബു ഭാരത पर ഉപകാർ കർ സ്വർഗ ബനാത്തെ. ബാബ ഭാരതത്തിൽ വന്ന് അല്ലെ അങ്ങനെ ഭാരതീയരാണിത് പറഞ്ഞു വെച്ചത്. ബാബർ അങ്ങനെ ഭാരതവാസികൾക്ക് ഉപകാരം ചെയ്ത് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുക. രാവൺ ആക്കർ അപകാർ കർ നരക ബനാത്തെ. അല്ലെ ബാബ ഭാരതത്തിൽ വന്ന് അല്ലെ ഭാരതത്തിന് ഉപകാരം ചെയ്ത് സ്വർഗാക്കി മാറ്റുന്നു. ഇനി രാവണൻ വന്ന് അപകാരം ചെയ്ത് ഇതിനെ നരകമാക്കി മാറ്റുന്നു. ദുഃഖ സുഖ. ബാബ പറയാ മക്കളെ, ഇത് സുഖ ദുഃഖത്തിന്റെ കളിയാണ് ഇവിടെ നടക്കുന്നത്. കാട്ടോങ്ക ചെങ്കി. ശരിക്കും ലോകം മുള്ളുകളുടെ കാടാണ്. ബാപ്പാക്കർ കാട്ടോങ്ക ഫൂൾ ബനാത്തെ. ബാബ ഒന്ന് ഈ മുള്ളുകളെ അല്ലെ പുഷ്പമാക്കി മാറ്റുകയാണ്. അല്ല അങ്ങനെയുള്ള മനുഷ്യരെയാണ് പുഷ്പാക്കി മാറ്റുന്നത്. ബഡേസെ ബഡ കാട്ടാഹെ കാം വികാർ. അവർ ഏറ്റവും വലിയ മുള്ള് മനുഷ്യരുള്ള അല്ല ഏറ്റവും വലിയ മുള്ളെന്ന് പറയുന്നത് എന്താണ്? കാമവികാരമാണ്. അവിഭാഗത്തെ നീ പാവൻ പെണ്ണാനെ ആയാ. ബാബ പറയാം മക്കളെ, ഞാൻ പാവനമാക്കി മാറ്റാൻ വന്നിരിക്കുന്നു.
जो पावन बनेंगे वही पावन दुनिया के माലിക് बनेंगे. ഇനി ഏത് കുട്ടികളാണ് ഇവിടെ പാവനമായിട്ട് മാറുന്നത് അവരാണ് പാവനമായ ലോകത്തിന്റെ അധികാരിയാകുന്നത്. ബാബ് ആയാഹേ സഹജയോഗ സിഖലാനി. ബാബയും വന്നിരിക്കുന്നു സഹജയോഗം പഠിപ്പിക്കാൻ വേണ്ടി. കാതെ മുझे अपने മാഷ് को याद करो. അല്ലെ, ബാബ പറയുന്നത് സഹജയോഗാണ് ബാബ പഠിപ്പിക്കുന്നത്. ബാബ എന്താ പറയുന്നത്? അല്ലെ, ഇത്ര പറയുന്നുള്ളൂ, ഞാനാകുന്ന പ്രിയതമനെ ഓർമ്മിക്കൂ. സഭ ആത്മ ഏക മാഷു പർ ആശിക്കേ. എല്ലാ ആത്മാക്കളും ഒരേ ഒരു പ്രിയതമനായ ബാബയുടെ പ്രിയതമകളാണ്. എല്ലാവരും ഓർമ്മിക്കുന്നത് അവരെ ഒരു പ്രിയതമനെയാണ്. അല്ലെ, പ്രിയതമൾ അനേകാണ്, പ്രിയതമനൊന്നുമില്ല. ആക്കർ സബ്കൊലേ ജാത്തെ ഹി മുക്തിദ. അപ്പൊ ബാബയാകുന്ന പ്രിയതമൻ വന്ന് അല്ലെ എല്ലാ ആത്മാക്കളെയും മുക്തിധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. പരന്തു ബാബ കാത്തെ തും പതിത് ചലനഹി സകേങ്കെ. പക്ഷെ ബാബ പറയാണ് നിങ്ങൾക്ക് പതീതർക്ക് അല്ലെ അവിടേക്ക് പോകാൻ കഴിയില്ല. അല്ലെ, പതീതർക്ക് മുക്തിയിലേക്ക് പോകാൻ കഴിയില്ല, വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. മുझे യാദ് കരോ തോ കാത് നിക്കൽ ജായേ. അതിനുവേണ്ടി അവർ എന്നെ ഓർമ്മിച്ചാൽ ആത്മാവിലെ അടുപ്പൊക്കെ ഇല്ലാതാകും. ड्रामा अनुसार जब टाइम आता है तभी मैं आता हूँ तुम बच्चों को पावन बनाने. അവരുടെ ഡ്രാമ അനുസരിച്ച് എപ്പോഴാണോ ബാബു വരുന്ന സമയം അല്ലെ വന്നു ചേരുന്നത്, സൃഷ്ടി നാടകത്തിൽ ആ സമയം വരുന്നത്, അപ്പോഴാണ് ഞാൻ വരുന്നത് നിങ്ങൾ കുട്ടികളെ പാവനമാക്കി മാറ്റാൻ. അപ്പൊ ഡ്രാമയില് ബാബു വരേണ്ട സമയമാകുമ്പോഴാണ് ബാബയും വരുന്നത് കുട്ടികളെ പാവനമാക്കി മാറ്റാൻ വേണ്ടി. മഹാഭാരത അല്ലെ, ബാബു പറയാണ് ഇത് പണ്ട് നടന്ന അതേ മഹാഭാരത യുദ്ധമാണ്. മൃത്യുലോകമേ അന്തിമ ലഡായി. മൃത്യുലോകത്തിലെ അന്തിമ യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. അമർലോകമേ ലഡായി ഹോത്തിനെ. പിന്നെ അമർലോകം വരുമല്ലോ, അവിടെ യുദ്ധമൊന്നും ഉണ്ടാവില്ല. അപ്പൊ മൃത്യുലോകത്തിലെ അന്തിമ യുദ്ധമാണ് ഈ നടക്കാൻ പോകുന്നത്. വഹാഹേഹി രാമരാജ്യ. അല്ലെ, സ്വർഗത്തില് അല്ലെ അവരണത് രാമരാജ്യാണല്ലോ. വഹാരത്തേഹി ധർമാത്മായി. അവിടെ ഉള്ളത് ധർമാത്മാക്കളാണ്. യഹാഹി പാവാത്മായി. ഈ കലുവത്തിൽ ജീവിക്കുന്നവര് പാവാത്മാക്കളാണ്. പാവകരത്തെ രത്തേഹി. പാവാത്മാക്കൾ എന്താ ചെയ്യുക? പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പുണ്യ ആത്മാക്കി ദുനിയാക്ക് സ്വർഗ കഹാജാത്തായി. അവരുടെ പുണ്യ ആത്മാക്കളുടെ ലോകത്തെയാണ് സ്വർഗം എന്ന് പറയുന്നത്. ബാബ കത്തെ मैं एक सेकंड में तुमको चढ़ती कला में ले जाता हूं. ബാബ പറയാ, മക്കളെ ഞാൻ ഒരു സെക്കൻഡിൽ നിങ്ങളെ കയറുന്ന കലയിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു സെക്കൻഡിൽ കയറുന്ന കലയിലേക്ക് കൊണ്ടുപോവുകയാണ്. इसमें सिर्फ एक ही अंतिम जन्म लगता है और उतरती कला में 84 जन्म लगते हैं. അപ്പൊ ബാബയുടെ ഒരു സെക്കൻഡിൽ ഞാൻ നിങ്ങളെ കയറുന്ന കലയിലേക്ക് കൊണ്ടുപോകുന്നു. എന്തുകൊണ്ടാ ബാബ അങ്ങനെ പറയുന്നത്? ബാബയാണ് കയറുന്ന കലയിലേക്ക് പോകാൻ കേവലം ഈ ഒരു അന്തിമ ജന്മം മാത്രമേ എടുക്കുന്നുള്ളൂ. അല്ല, ആത്മാവ് കയറുന്ന കലയിലേക്ക് പോകാൻ അല്ലേ ഈ ഒരു അന്തിമ ജന്മം മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി ഇറങ്ങുന്ന കലയിലേക്ക് വരാൻ വേണ്ടി 84 ജന്മം എടുക്കുന്നു. ബാബുക്കാത്തെ ഉടുത്തെ പഴുത്ത് മുച്ചയാത്കൻ. ബാബു മക്കളോട് പറയാണ്, മക്കളെ അല്ലേ എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും അല്ലെ ചുറ്റുമ്പോഴും ഒക്കെ എന്ത് വേണം? ഒരു ബാബ ഓർമ്മ. സാധുക്കൾ ഉദ്ധാർക്കാരനെ മുച്ചെ അനാപ്പെടുത്തായി. അവർ ഈ സാധു സന്യാസിമാരെയും ഉദ്ധരിക്കാൻ എനിക്ക് ഇവിടേക്ക് വരേണ്ടി വരുന്നു. തമോ പ്രധാൻ ബുദ്ധി മനുഷ്യ ജോ കുച്ച് സുനത്തെ ഹേ ഓർ സത് സത് കരത്തെ രഹത്തെ ഹേ. ഈ തമോ പ്രധാന ബുദ്ധിയുള്ള ലോകത്തിലെ മനുഷ്യരെ അല്ലെ ആരൊക്കെ എന്തു പറയുന്നു അതൊക്കെ കേട്ട് സത്യം സത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്ധശ്രദ്ധാലു ഹെണ്ണ അവർ അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്നവരാണല്ലോ. इसको कहा जाता है ब्लाइंड फेथ. गुडियों की पूजा करते रहते हैं. അവരെതിരെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അല്ല, ആരെന്ത് പറയുന്നോ അതിനെ അന്ധമായിട്ട് അങ്ങ് വിശ്വസിക്കുകയാണ്. അല്ലോ, സത്യം മനസ്സിലാക്കുന്നില്ല. അവരെയാണ് പാവകളുടെയൊക്കെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, അന്ധവിശ്വാസമാണ്. ബയോഗ്രഫിക്കോ ജാതനെ അല്ലെ, അവരെയാണ് ആരുടെയും ബയോഗ്രഫി അറിയില്ല, ചരിത്രം അറിയില്ല. അല്ലെ, ഭഗവാന്റെയും ദേവതകളുടെയും ഒന്നും ചരിത്രം അറിയില്ല. अब पापा कर इन सबका ज्ञान देते हैं. इसको रूहानी स्पिरिचुअल नॉलेज कहा जाता है.
ബാബ വന്ന് ഈ എല്ലാവരെ കുറിച്ചുള്ള അറിവ് നൽകുകയാണ്. ഇതിനെയാണ് ആത്മീയ ജ്ഞാനം എന്ന് പറയുന്നത്. അതായത് ശാസ്ത്രങ്ങളുടെ ഫിലോസഫി, മനുഷ്യരുടെ അടുത്തുള്ള ശാസ്ത്രങ്ങളുടെ ഫിലോസഫിയാണ്. ഏഹി ബാപ്പി ആക്കർ വെച്ചോണ്ട് സംസാരത്തെ, ഈ കാര്യങ്ങളൊക്കെ ബാബ വന്നാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. മനുഷ്യ ഹോക്കർ और बाप को ना जाने तो जानने से बेहतर है. പറയുന്ന മനുഷ്യനായിട്ട് പോലും അല്ലെ അച്ഛനെ അറിയില്ല എങ്കിൽ ബാബ പറയാണ് അല്ലെ മനുഷ്യനെ എന്ത് പറയാം, മൃഗത്തെക്കാളും കഷ്ടം എന്ന് പറയാം. देवताओं के आगे जाकर महिमा गाते हैं, आप सर्वगुण संपन्न है. ये तो दोनों मनुष्य है ना, परंतु यही सारा काटों काटेंगे. അവരുടെ മനുഷ്യര് ദേവതയുടെ മുന്നിൽ പോയി അവരുടെ മഹിമയൊക്കെ പാടും അല്ലെ, നിങ്ങൾ സർവഗുണ സമ്പന്നരാണ്. അപ്പൊ ബാബ പറയാണ് ദേവതകളും മനുഷ്യരും നമ്മളും മനുഷ്യര്, രണ്ടുകൂട്ടരും മനുഷ്യരാണല്ലോ, പക്ഷെ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവരുടെ ഈ സമയം മുഴുവൻ ലോകവും മുള്ളുകളുടെ കാടാണ്. ബാബ തുമ്പോ കാട്ടോസെ ഫൂൾ ബനാത്തെ, ബാബ കുട്ടികളെ, നമ്മൾ കുട്ടികളെ മുള്ളിൽ നിന്ന് പുഷ്പമാക്കി മാറ്റിയാണ്. ഭാരത് സച്ച് കണ്ടതാ, ഇപ്പൊ രാവൺ ആക്കർ ജൂട്ട് കണ്ട് ബനാത്തെ. ബാബറിന് ഭാരതം സത്യമായ ദേശമായിരുന്നു, പിന്നെ രാവണൻ വന്നാണ് ഇത് അസത്യത്തിന്റെ ലോകമാക്കി മാറ്റുന്നത്. സച്ച് കണ്ട് ബനാനെ വാല ഹേ പരംപിത പരമാത്മാ, അല്ലെ സത്യമായ ദേശം കൊണ്ടുവരുന്നവൻ അത് പരംപിത പരമാത്മാവാണ്. ബാപ്പി ആക്കർ പരിചയ ദേത്തെ ഹേ സോബി ബ്രാഹ്മൺ ബച്ചോങ്കോ, അല്ലെ ബാബ വന്നാണ് അല്ലെ തന്റെ പരിചയം നൽകുന്നു, അതും ബ്രാഹ്മണ കുട്ടികൾക്കാണ് നൽകുന്നത്. ജ്ഞാൻ രഹേഗ നഹി, പിന്നെ ബാബ നൽകുന്ന ഈ ജ്ഞാനം പിന്നീട് കാണില്ല. തും ബച്ചേ യോഗ ബലസെ വിശ്വക്കെ മാലിബണത്തെ ഹോ, അവർ നിങ്ങൾ കുട്ടികള് യോഗ ബലത്തിലൂടെ വിശ്വത്തിന്റെ അധികാരിയായിട്ട് മാറും. ബാഹുബലസേക്കും കിസ്കോ വിശ്വക്ക് ഭാഷയായി നഹി മിൽ സക്തി, അവരുടെ ബാഹുബലത്തിലൂടെ ഒരിക്കലും ആർക്കും വിശ്വത്തിന്റെ ചക്രവർത്തി ഭാഗ്യം കിട്ടാൻ പോകുന്നില്ല. ഭാരത ജോ വിശ്വക മാലിക് താ സോ അബ് കങ്കാൽ ബനാഹി, ബാബരണി ഭാരതം വിശ്വത്തിന്റെ അധികാരിയായിരുന്നു, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? തീർത്തും പാപ്പരായി മാറിയിരിക്കുകയാണ്. മനുഷ്യോं की बुद्धि ऐसी है जो बाहर में बोर्ड देखते हुए है लिखा हुआ है प्रजापिता ब्रह्मा कुमार कुमारियां, तो भी नहीं समझते हैं कि एक ईश्वरीय फैमिली है. അപ്പൊ ബാബ പറയാണ് മനുഷ്യരുടെ ബുദ്ധി ഇങ്ങനെയാണ്, ഇതൊന്നും മനസ്സിലാക്കില്ല എന്ന് ബാബ പറയണം. മനുഷ്യര് നമ്മളാണെങ്കിൽ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ, ബോർഡിൽ എഴുതി വെച്ചത് മനുഷ്യര് കാണുന്നുണ്ട്. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? പ്രജാപിത ബ്രഹ്മ കുമാർ കുമാരിമാർ. എന്നിട്ടും മനുഷ്യര് മനസ്സിലാക്കുന്നില്ല ഇത് ഒരു ഈശ്വരീയ കുടുംബമാണ് അല്ലെ എന്ന കാര്യം മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ബോർഡില് പ്രജാപിത ബ്രഹ്മ കുമാരിമാര് എന്ന് എഴുതി വെച്ചിട്ടും അല്ല, അത് കണ്ടിട്ടും മനുഷ്യർ മനസ്സിലാക്കുന്നില്ല ഇത് ഒരു ഈശ്വരീയ കുടുംബമാണ് എന്ന കാര്യം. ഇതനെ ഡർ വീക്കെ इसमें अंधश्रद्धा की तो कोई बात नहीं, अंधश्रद्धा की तो बात हो न सके. ഇത്രയധികം വീക്കേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ ഇതിൽ അന്ധവിശ്വാസത്തിന്റെ യാതൊരു കാര്യം ഉണ്ടാവില്ല. ഈശ്വരീയ പരിവാർ, അപ്പൊ ശരിക്കും ഇത് ഈശ്വരീയ പരിവാരാണ്. സമർത്ഥ കോയി ഇൻസ്റ്റിറ്റ്യൂഷൻ, അവര് മനുഷ്യരുടെ വിചാരം എന്താണ്? ഇത് മറ്റേതോ സ്ഥാപനങ്ങൾ പോലെയുള്ള ഒരു സ്ഥാപനമാണ്, ഇത് ഈശ്വരീയ കുടുംബമാണ് അല്ലെങ്കിൽ ദൈവീയ പരിവാരമാണ് എന്നൊന്നും ആരും മനസ്സിലാക്കില്ല എന്ന് ബാബ പറയാണ്. മറ്റു സ്ഥാപനങ്ങൾ പോലെയുള്ള ഒരു സ്ഥാപനമാണ് എന്നാണ് അവരുടെ വിചാരം. അരേ ഏതോ ഫാമിലി ഹേന, ബാബ പറയാം മക്കളെ ഇത് ഫാമിലി ആണല്ലോ, ഒരു കുടുംബാണല്ലോ. കുമാർ കുമാരിയാം ഏതോ ഗർ ഹുവാന, അല്ലെ ഇവിടെ അല്ലെ കുമാരന്മാരും കുമാരിമാരും പിന്നെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ അല്ലെ, അപ്പൊ അവരൊക്കെ ഇതൊരു വീടാണല്ലോ. ഇത്തന്നെ പ്രദർശനി കാലത്തെയും സംസാരത്തെയും വെറുതെ സമസ്തത്തോടെ എത്ര പ്രദർശനം ചെയ്യാറുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർ എന്നിട്ടും ഒന്നും മനസ്സിലാക്കുന്നില്ല. 7 दिन का जब कोर्स ले अच्छी रीति समझे तब बुद्धि में बैठे कि बाप फिर से वेद का वर्षा देने आए. ബാബ പറയാണ് 7 ദിവസത്തെ കോഴ്സ് കേട്ടാൽ മാത്രമേ നല്ല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ബുദ്ധിയിൽ ഇരിക്കുകയുള്ളൂ. അതായത് ബാബ വീണ്ടും പരിധിയില്ലാത്ത സമ്പത്ത് നൽകാൻ വേണ്ടി വന്നിരിക്കുകയാണ്, ഈ കാര്യമൊക്കെ മനുഷ്യരുടെ ബുദ്ധിയിൽ ഇരിക്കുകയുള്ളൂ. അച്ഛ
मीठे मीठे सिखिलते बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग। रूहानी बाप की रूहानी बच्चों को नमस्ते, रूहानी बच्चों की रूहानी बाप को नमस्ते। धारणയ്ക്കായിട്ട് പറഞ്ഞു, चढ़ती कला में जाने के लिए उड़ते बैठते एक बाप की याद में रहना है. കയറുന്ന കലയിലേക്ക് പോകാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരു ബാബയുടെ ഓർമ്മയിൽ കഴിയണം. കയറുന്ന കലയിലേക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഒരു ബാബയുടെ ഓർമ്മയിൽ കഴിയണം. ബാബ് സമാൻ സഭി പർ ഉപകാർ കർനാ ഹൈ. ബാബയ്ക്ക് സമാനം എല്ലാവരിലും ഉപകാരം ചെയ്യണം. ജ്ഞാനാമൃതം പീന ഓർ പിലാന ഹൈ. ജ്ഞാനാമൃതം കുടിക്കണം, മറ്റുള്ളവരെ കുടിപ്പിക്കണം. കാട്ടോങ്കോ ഫൂൾ ബനാനയ്ക്ക് സേവ കർണി ഹൈ. മുള്ളുകളെ പുഷ്പമാക്കി മാറ്റാനുള്ള സേവനം ചെയ്യണം. വരദാനം. मर्जीवा स्थिति द्वारा हिम्मत और उल्लास की अविनाशी स्टाम्प लगाने वाले प्राप्ति संपन्न भव. മർജീവ സ്ഥിതിയിലൂടെ ധൈര്യവും ഉത്സാഹത്തിന്റെയും അവിനാശി സ്റ്റാമ്പ് പതിക്കുന്നവരായ പ്രാപ്തി സമ്പന്നരായി ഭവിക്കും. മർജീവ സ്ഥിതിയിലൂടെ ധൈര്യത്തിന്റെയും ഉത്സാഹത്തിന്റെയും अविनाशी स्टाम्प पതിക്കുന്നവരായ प्राप्ति संपन्नराയി ഭവിക്കും. जो प्राप्तियों से संपन्न होते हैं उनके हर चलन नयन चैन से उमंग उत्साह दिखाई देता है. ഏത് കുട്ടികളാണോ പ്രാപ്തികൾ കൊണ്ട് സമ്പന്നമായ കുട്ടികൾ, അല്ലെ ഈശ്വരീയ പ്രാപ്തികൾ കൊണ്ട് സമ്പന്നരായിരിക്കുന്ന കുട്ടികൾ, അവരുടെ ഓരോ പെരുമാറ്റത്തിലും കണ്ണുകളിലും മുഖത്തിലും ഒക്കെ ആ ഉന്മേഷ ഉത്സാഹം കാണാൻ കഴിയുന്നു. लेकिन हिम्मत और उल्लास की अविनाशी स्टाम्प लगाने के लिए अपने पास्ट के व ईश्वरीय मर्यादाओं के विपरीत जो संस्कार स्वभाव संकल्प व कर्म होते हैं उनसे मर्जीवा बनो. എന്നാൽ ആ ധൈര്യവും ഉത്സാഹത്തിന്റെയും അവിനാശി സ്റ്റാമ്പ് പതിക്കാൻ വേണ്ടി, ധൈര്യത്തിന്റെയും ഉത്സാഹത്തിന്റെയും അവിനാശി സ്റ്റാമ്പ് പതിക്കാൻ വേണ്ടി തന്റെ പഴയ അല്ലെങ്കിൽ ഈശ്വരീയ മര്യാദയ്ക്ക് വിപരീതമായ സംസ്കാരങ്ങള്, സ്വഭാവങ്ങള്, സങ്കല്പങ്ങള്, അല്ലെ കർമ്മം, അതിൽ നിന്നൊക്കെ മർജീവയാകണം. അപ്പോ ധൈര്യത്തിന്റെയും ഉത്സാഹത്തിന്റെയും അവിനാശി സ്റ്റാമ്പ് പതിക്കാൻ വേണ്ടി തന്റെ കഴിഞ്ഞുപോയ അല്ലെങ്കിൽ ഈശ്വരീയ മര്യാദയ്ക്ക് വിപരീതമായ സംസ്കാരം, സ്വഭാവം, സങ്കല്പം, കർമ്മം അല്ലെ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നും മർജീവയാകണം. प्रतिज्ञारूपी स्विच को सेट कर प्रैक्टिकल में प्रतिज्ञा प्रमाण चलते रहो. അപ്പൊ പ്രതിജ്ഞാരൂപി, അവിടെ പ്രതിജ്ഞയാണ് ചെയ്യേണ്ടത്. അപ്പൊ പ്രതിജ്ഞാരൂപിയാകുന്ന സ്വിച്ച് സെറ്റ് ചെയ്ത് പ്രാക്ടിക്കലി പ്രതിജ്ഞാപ്രകാരം നടന്നുകൊണ്ടിരിക്കും. हिम्मत के साथ उल्लास हो तो प्राप्ति की झलक दूर से ही दिखाई देंगे. അപ്പൊ ധൈര്യത്തിനോടൊപ്പം ഉത്സാഹം ഉണ്ടാകണം, ധൈര്യത്തിനോടൊപ്പം ഉത്സാഹം ഉണ്ടാകണം. അപ്പോൾ പ്രാപ്തിയുടെ തിളക്കം ദൂരെ നിന്ന് തന്നെ കാണാൻ കഴിയും. स्लोगन. मैले व जमेले में डबल लाइट रहने वाला ही धारणा मूर्ति है. അഴുക്കിലും അല്ലെങ്കിൽ പ്രശ്നങ്ങളിലും ഒക്കെ ഡബിൾ ലൈറ്റ് ആയിരിക്കുന്ന കുട്ടികൾ തന്നെയാണ് ധാരണാമൂർത്തി. അല്ലെ അഴുക്കിലും പിന്നെ മറ്റു പ്രശ്നങ്ങളിലും ഒക്കെ തന്നെ ഡബിൾ ലൈറ്റ് ആയിരിക്കുന്ന കുട്ടികൾ തന്നെയാണ് ധാരണാമൂർത്തി. ഓം ശാന്തി. तेरी याद में
तेरी याद में बाबा दिल को सुकून अंबर से आके किरण किरण मेरे मस्तक जो